നന്മ കോരങ്ങാട് ഭാരവാഹികൾ, എന്നെ ഇവിടേക്ക് ക്ഷണിച്ച എല്ലാ നന്മയുടെ പ്രവർത്തകരോടും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. എൻ്റെ മുന്നിലിരിക്കുന്ന ആളുകളോടും അമ്മ പെങ്ങന്മാരോടും എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. എല്ലാവരും പറഞ്ഞ കാര്യം എന്തായാലും ഞാൻ ആവർത്തിക്കുന്നില്ല. പക്ഷെ ഞാൻ ഈ നാട്ടിൽ ഇങ്ങനെ നോക്കിയതിന് ഇതൊരു അത്യാവശ്യ കാര്യമാണ് ഒരു മനുഷ്യന്. പക്ഷെ ഇവിടെയുള്ള ചെറുപ്പക്കാർ, എല്ലാ വേദിയിലും കുറേ ചെറുപ്പക്കാരെ അഭാവം ഞാൻ അങ്ങനെ കാണാം. ഒക്കെ ഒരു 40 വയസ്സിൻ്റെ മേലെയുള്ള ആളുകളാണ് ബഹുഭൂരിപക്ഷം. നമ്മളിങ്ങനത്തെ പരിപാടികളിൽ ചെറുപ്പക്കാരെ ഉൾപ്പെടുത്തണം. ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇന്ന് നാട് ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ് വൃക്കരോഗം. ഇത് ഈ നാടിൻ്റെ മാത്രമല്ല, ഈ മൊത്തം ഈ രാജ്യത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. കഴിഞ്ഞ ഒരു 1.5 കൊല്ലം മുന്നേ എൻ്റെ മൂത്ത അളിയന് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മരണപ്പെട്ടത്. അപ്പം എനിക്ക് ഈ വിഷയത്തിൽ കൂടുതൽ ഇതിൻ്റെ ഗൗരവം എനിക്കറിയാം. ഓരോ വീട്ടിലും ഒരു വൃക്കരോഗി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ഇത് ഓരോ വീട്ടിൽ വന്നു കഴിയുമ്പോഴേ അറിയുള്ളൂ ഇതിൻ്റെ പ്രശ്നത്തിൻ്റെ ഗൗരവം എന്തുണ്ട്. ഞാൻ എൻ്റെ അളിയനായിട്ട് ഒരുപാട് കൊല്ലം ഓടി നടന്നതാണ്. ഒരു ഡയാലിസിസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യന് എത്ര മണിക്കൂർ ഇങ്ങനെ കിടന്നു കൊടുക്കണമെന്നറിയും. പല ആളുകളും വിചാരിക്കും ജീവിക്കണേക്കാടെ എല്ലാം മരിച്ചാളാണ്. എൻ്റെ അളിയൻ തന്നെ എന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞത്, മാറ്റി വെക്കാൻ പൈസ ഉണ്ടായിട്ട് മാറ്റി വെക്കാൻ സമ്മതിക്കാത്ത ആളാണ്. അപ്പോൾ നമ്മൾ